ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കല്യാണത്തിന് കുറച്ച് സ്വർണ്ണം എടുക്കാൻ പോവുകയാണ്. അണ്ണന് വെഡ്ഡിങ് റിങ്, താലിമാല, താലിയൊക്കെ നമുക്ക് നോക്കാൻ പോകണമായിരുന്നു. അപ്പം നോക്കാനും പണിയിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. നമ്മൾ കൊല്ലത്തോട്ടൊന്നുമല്ല പോയത്, പരവൂരുള്ള പ്രേം ഫാഷൻ ജ്വല്ലറിയിലോട്ടാണ് നമ്മൾ പോയത്. അവിടെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അണ്ണൻ കാണിച്ചു കൊടുത്ത മോഡലല്ല, വെഡ്ഡിങ് റിങ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ്. മിനിമം എല്ലാവരും പറയുന്ന ഒരു മാസമൊക്കെയാണ്. നമ്മൾ സ്വർണ്ണം എടുക്കാൻ പോണത് കല്യാണത്തിന് ഒരാഴ്ച മുമ്പാണ് എടുക്കാൻ പോയത്. താലീൻ്റെ മോഡൽ കാണിച്ചപ്പോഴത്തേക്ക് അത് ഒരാഴ്ചയ്ക്കുള്ളിൽ പണിഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ വെഡ്ഡിങ് റിങ് കിട്ടാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. അവർ വൈറ്റ് ഗോൾഡിൻ്റെ ഒരു റിങ് ആയിരുന്നു നോക്കി വെച്ചിരുന്നത്. പിന്നെ നമ്മൾ സ്നേഹ ചേച്ചി പണിയിക്കാൻ കൊടുത്തെടുത്ത് വിളിച്ചു വെച്ചവൻ പറഞ്ഞ് എന്നാൽ അങ്ങോട്ടേക്ക് ചെല്ലുക. അവർ സ്നേഹ ചേച്ചിയുടെ മോതിരം ഇതുവരെ പണിയാൻ എടുത്തിട്ടില്ല, അപ്പം രണ്ടും കൂടി ഒത്തു പണിയാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മോതിരം പണിയിക്കാനായിട്ട് പോകുകയാണ്. അവൻ്റെ മോഡൽ മോതിരം കിട്ടിയില്ല. അപ്പം നമ്മൾ വിചാരിച്ചങ്ങ് പണിയിക്കാണല്ലേ അമ്മ? അങ്ങ് പണിയിച്ചറിയാം. നമ്മളൊരു പ്രകൃതി രമണീയമായ ഒരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നടക്കാനുണ്ട്. തോട് വേറെ കടയിൽ പറഞ്ഞപ്പോൾ ഒരു 20-25 ദിവസമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞ്. ഇത്രയല്ലായിരുന്നു നടക്കാൻ. അങ്ങനെ നമ്മൾ നടന്ന് ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ട് നേരെ റിങ്ങിൻ്റെ അളവെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞ 2 പേരുടെയും കൂടി ഒത്തു പണിഞ്ഞ് നമ്മൾ നേരത്തെ തരുന്നതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അണ്ണനൊരു ജീവൻ വീണത്. കാരണം നമ്മൾ ആദ്യം പോയ ജ്വല്ലറിയിൽ ആ ഒരു മോഡൽ കിട്ടാത്തതുകൊണ്ട് ഒരു വേറെ മോഡലൊക്കെ കാണിച്ചു കൊടുത്ത്. അപ്പം അണ്ണൻ പറയുന്നത് പഴയ കിളവന്മാരിടുന്ന കണക്കത്തെ മോതിരമാണ്, എനിക്കൊന്നും വേണ്ട, അമ്മയുടെ ഇഷ്ടത്തിന് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്കൊക്കെ അത് കേട്ടപ്പോഴത്തേക്ക് ഇതെന്തിര് പറയുന്നതെന്നായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഹാപ്പിയായി. വെഡ്ഡിങ് റിങ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണെന്നാണ് അണ്ണൻ പറഞ്ഞത്. അപ്പം ചിപ്പിയടനെ ഹാപ്പി, അമ്മയും ഹാപ്പി, എല്ലാവരും ഹാപ്പി. പിന്നെ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാത്ത കാരണം നേരെ ആറ്റിങ്ങിലുള്ള ബ്രൈറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും അണ്ണനും മീൽസാണ് കേട്ടോ പറഞ്ഞത്. മീൽസും കരിമീനൊക്കെ വരുന്ന ഫിഷ് ഫ്രൈ ഒക്കെ പറഞ്ഞ്. ഞാനും അച്ഛനും ബിരിയാണി പറഞ്ഞു. മട്ടൻ ബിരിയാണി, ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. ഇപ്പം രാവിലെ ഫുഡ് കഴിക്കാതെ ഉച്ചയ്ക്ക് നല്ല രീതിയിൽ വിശന്ന് കറങ്ങി ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും, ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നേരത്തെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു വൈൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതും മേടിച്ച് വീട്ടിൽ പോയി. പേടിയാണ്, മുഖവും കൈയും കാലും മാറ്റണോ എന്തോ ഏട്ടിനി വികസിപ്പിക്കില്ല സൈഡും സൗണ്ട് കേൾക്കൂ. ഇനി വളരെ സൂക്ഷിച്ച് മേലിന്ന് കറക്കും. പതുക്കെ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മൾ വൈൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബഹളമാണ് നിങ്ങൾ കേട്ടത്. വൈൻ നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നോൺ ഷുഗർ ആയിരുന്നു അതിനകത്ത് കാണിച്ചിരുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വൈനായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ കിടന്നുറങ്ങി. ബാക്കി കാര്യങ്ങൾ വൈകിട്ടൊക്കെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇച്ചിരി നേരമൊക്കെ കിടന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ വൈകിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടി ഒന്ന് മണി ടിങ് ആക്കണം കേട്ടാ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.